അധ്യായം 11. നീതീകരണം, ശുദ്ധീകരണം, പിന്നെ തേജസ്കരണവും. യേശുക്രിസ്തു മുഖാന്തരമുള്ള പരിഹാരമാർഗം അനുസരിച്ചവർ മേലിൽ പാപത്തോട് പോരാടി ജയിക്കണമെന്നുള്ളത് ദൈവിക വ്യവസ്ഥയാണ്. അതിനാൽ ക്രിസ്തീയ ജീവിതത്തിൽ പാപത്തോട് പോരാടുന്നതിന് പ്രമുഖ സ്ഥാനം നൽകിയിരിക്കുന്നു. ഒരുവൻ യേശുക്രിസ്തുവിൻ്റെ പരിഹാരമാർഗം സ്ഥിരീകരിക്കുമ്പോൾ ക്രിസ്തു മുഖാന്തരമുള്ള നിത്യജീവനിലേക്കുള്ള രക്ഷയ്ക്ക് അവകാശിയായിത്തീരുന്നു. ക്രിസ്തീയ ജീവിതം ഒരു പോരാട്ടമാണെന്ന് മുൻപ് സൂചിപ്പിച്ചത് ഓർക്കുമല്ലോ. 7 തരത്തിലുള്ള പോരാട്ടത്തെക്കുറിച്ച് ചിന്തിക്കാം. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. എബ്രായ ലേഖനം 12 അധ്യായം 4 വാക്യം. പാപത്തോട് എതിർത്ത് പോരാടി ജയിക്കണമെന്നുള്ളതാണ് ദൈവിക വ്യവസ്ഥ. മനുഷ്യലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് പാപം. ദൈവിക കൽപ്പനയുടെ ലംഘനമാണത്. ആദാമ്യ ഭൗമ പറുദീസയിൽ ദൈവം ആദാമിനെയും ഹവ്വയെയും പാപരഹിതരായി സൃഷ്ടിച്ചു. അത് സ്വർഗീയ പറുദീസയുടെ ഒരു അനുഭവമായിരുന്നു. യഹോവയായ ദൈവം മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെയാക്കി. 1000 ഫലവൃക്ഷങ്ങളുടെ നടുവിൽ അവയുടെ ഫലം ഭുജിച്ചുകൊണ്ട് ജീവിക്കുവാൻ ദൈവം അവരെ അനുവദിച്ചു. ആ ഫലം ആരോഗ്യത്തിനും ജീവന്റെ നിലനിൽപ്പിനും ഉതകുന്നതായിരുന്നു. സകല വൃക്ഷങ്ങളുടെയും ഫലം അവർക്ക് ഇഷ്ടം പോലെ തിന്നാമായിരുന്നെങ്കിലും ഒരു വൃക്ഷത്തിൻ്റെ ഫലം മാത്രം തിന്നരുതെന്ന് ദൈവം അവരോട് കൽപ്പിച്ചു. ആ വൃക്ഷത്തിൻ്റെ ഫലം തിന്നുന്ന നാളിൽ അവർ മരിക്കുമെന്ന് ദൈവം അവർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. നല്ലത് തിരഞ്ഞെടുക്കുവാൻ അവർക്ക് ധാരാളം അവസരങ്ങളും സാഹചര്യങ്ങളും നൽകുമ്പോൾ തന്നെ ഒരു വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന് അവർക്ക് മുന്നറിയിപ്പ് നൽകി. എന്നാൽ നല്ലതിനെ മറികടന്ന് ദൈവം അരുതെന്ന് പറഞ്ഞതിനെ അവർ തിരഞ്ഞെടുത്തു. ആദാം 2 കാര്യങ്ങളിൽ പരാജയപ്പെട്ടു. തന്നോടുകൂടെ ഇരിപ്പാനായി ദൈവം നൽകിയ സ്ത്രീയെ തനിയെ വിട്ടു. തോട്ടത്തെ കാത്തുസൂക്ഷിക്കണമെന്നുള്ള വ്യവസ്ഥ താൻ മറന്നുകളഞ്ഞു. എല്ലാ ജീവജാലങ്ങൾക്കും അന്ന് സംസാരശേഷി ഉണ്ടായിരുന്നു. ആയതിനാൽ പിശാച് കൗശലശാലിയായ പാമ്പിൻ്റെ രൂപത്തിൽ അവിടെ പ്രവേശിച്ചു. പാമ്പ് സ്ത്രീയോട്, വൃക്ഷഫലം തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കയില്ല നിശ്ചയം, നിങ്ങളുടെ കണ്ണു തുറക്കുകയും നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെപ്പോലെയാകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് ഭോഷ്ക് പറഞ്ഞു. ആ ഭോഷ്ക് അതേപടി വിശ്വസിച്ച ഹവ്വ ഫലം പറിച്ച് തിന്നുകയും ഭർത്താവിന് കൊടുത്ത് അവനെയും തിന്നാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ദൈവകൽപ്പന ലംഘിച്ച് പാപം ചെയ്തതിനാൽ യഹോവയായ ദൈവം അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അങ്ങനെ പറുദീസ അവർക്ക് നഷ്ടപ്പെട്ടു. പറുദീസയിൽ പാപത്തിന് സ്ഥാനമില്ല. നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ആദാമിനോട് അരുളി ചെയ്തു. പറുദീസ നഷ്ടമായതോടെ ദൈവവുമായുള്ള കൂട്ടായ്മ മനുഷ്യന് നഷ്ടമാവുകയും കഷ്ടത അനുഭവിക്കാൻ വിധിക്കപ്പെടുകയും വേദനയും ദുഃഖവും അവൻ്റെ ഓഹരിയായി മാറുകയും ചെയ്തു. മാത്രമല്ല, മുഖത്തെ വിയർപ്പോടെ ഉപജീവനം കഴിക്കേണ്ടി വരികയും മുള്ളും പറക്കാരെയും അവന് ലാഭമായി ലഭിക്കുകയും മരണം വിധിക്കപ്പെടുകയും പൊടിയിൽ നിന്ന് ഉരുവാക്കപ്പെട്ട അവർ അതിലേക്ക് തിരികെ ചേരുവാൻ കാരണമായി ഭവിക്കുകയും ചെയ്തു. അങ്ങനെ ഒരിക്കൽ മരണവും പിന്നീട് ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചു. പാമ്പിൻ്റെ വാക്ക് കേട്ട മനുഷ്യൻ അന്നു മുതൽ ഇന്നയോളം മരണത്തെ ജയിക്കുവാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ പരിണിതഫലമാണ് ദൈവവചനത്തിന് വിപരീതമായുള്ള ശാസ്ത്രതത്വങ്ങൾ. അങ്ങനെ മെഡിക്കൽ സയൻസ് നിലവിൽ വരികയും വടിയിൽ ചുറ്റി നാക്ക് നീട്ടി പുറത്തേക്ക് നിൽക്കുന്ന പാമ്പിൻ്റെ ചിഹ്നം അതിൻ്റെ മുഖമുദ്രയായി മാറുകയും ചെയ്തു. നീ മരിക്കയില്ല എന്ന് സാത്താൻ മനുഷ്യനോട് പറഞ്ഞു. മരിക്കാതിരിക്കുവാൻ മനുഷ്യൻ മെഡിക്കൽ സയൻസിനെ ആശ്രയിക്കുന്നുവെങ്കിലും വെന്റിലേറ്ററിന് അപ്പുറത്തേക്ക് പോകുവാൻ ഇതുവരെ ഒരു മനുഷ്യനും കഴിഞ്ഞിട്ടില്ല. കാരണം പാപം നിമിത്തം മരണവും ന്യായവിധിയും ദൈവം മനുഷ്യന് നിയമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആദാമിനെയും ഹവ്വയെയും ഇറക്കിവിട്ട ശേഷം ദൈവം അവർ വസിച്ചിരുന്ന പറുദീസയെ ഭൂമിയുടെ അധോഭാഗത്തേക്ക് മാറ്റിക്കളഞ്ഞതായി യെഹെസ്കേൽ പ്രവചന പുസ്തകം 31 അധ്യായം
18 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. സ്നേഹവാനായ ദൈവം മനുഷ്യർക്ക് നഷ്ടപ്പെട്ടുപോയ പറുദീസയെ തിരികെ നൽകുവാൻ ആഗ്രഹിച്ചതിനാൽ പാപത്തിന് പരിഹാരം വരുത്തി മരണാനന്തരം അവനെ അതിൽ ആക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. ആ പദ്ധതി പ്രകാരമായിരുന്നു കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ വരികയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ പാപബലിയായി ആകാശത്തിനും ഭൂമിക്കും മധ്യേ ക്രൂശിൽ മരിക്കുകയും ചെയ്തത്. ദൈവം മനുഷ്യനോട് കൽപ്പിക്കുന്നു, സകല ഭൂസീമവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ. യെശയ്യാപ്രവചനം 45 22 വാക്യം. മനുഷ്യർക്ക് ദൈവം പാപപരിഹാരം നൽകിയെങ്കിലും മനുഷ്യൻ അതിനെ അംഗീകരിക്കാത്തതുകൊണ്ട് പാപത്തിൻ്റെ ശിക്ഷ അനുഭവിച്ചേ തീരൂ. യേശുക്രിസ്തു മുഖാന്തരമുള്ള പരിഹാരമാർഗം അനുസരിച്ചവർ മേലിൽ പാപത്തോട് പോരാടി ജയിക്കണമെന്നുള്ളത് ദൈവിക വ്യവസ്ഥയാണ്. അതിനാൽ ക്രിസ്തീയ ജീവിതത്തിൽ പാപത്തോട് പോരാടുന്നതിന് പ്രമുഖ സ്ഥാനം നൽകിയിരിക്കുന്നു. ഒരുവൻ യേശുക്രിസ്തുവിൻ്റെ പരിഹാരമാർഗം സ്വീകരിക്കുമ്പോൾ ക്രിസ്തു മുഖാന്തരമുള്ള നിത്യജീവനിലേക്കുള്ള രക്ഷയ്ക്ക് അവകാശിയായിത്തീരുന്നു. ഭാവിയിൽ വരുവാൻ പോകുന്ന പറുദീസയിൽ പങ്കുചേരുവാനുള്ള പ്രത്യാശ നൽകുന്നു. രക്ഷ എന്ന് പറയുന്നതിന് 3 അവസ്ഥകളുണ്ട്. 1 ആത്മാവിൻ്റെ രക്ഷ, 2 ദേഹിയുടെ അഥവാ പ്രാണന്റെ രക്ഷ, 3 ശരീരത്തിൻ്റെ രക്ഷ. ഇതിനെ ത്രികാല രക്ഷയെന്ന് വിളിക്കുന്നു. ഒരുവൻ ക്രിസ്തുവിൽ വിശ്വസിച്ച് നീതീകരിക്കപ്പെടുമ്പോൾ അവന് ആത്മാവിൻ്റെ രക്ഷ ലഭിക്കുന്നു. മുൻകാല പാപങ്ങളെ എന്നേക്കുമായി പുറത്ത് ദൈവം അവനെ നീതീകരിക്കുന്നു. ഇതിനെ നീതീകരണം അഥവാ ജസ്റ്റിഫിക്കേഷൻ എന്ന് വിളിക്കുന്നു. എന്നാൽ അവൻ വർത്തമാനകാലത്ത് ജീവിക്കുമ്പോൾ അവൻ്റെ ദേഹി അഥവാ പ്രാണൻ നിലനിൽക്കേണ്ടതാണ്. അതിനെ വർത്തമാനകാല രക്ഷയെന്ന് വിളിക്കുന്നു. അതിന് ദൈവം വിളിച്ചിരിക്കുന്ന വ്യവസ്ഥയാണ് ശുദ്ധീകരണം അഥവാ സാങ്ക്ടിഫിക്കേഷൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ലെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. നീതീകരിക്കപ്പെട്ട വ്യക്തി ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ അവൻ്റെ പ്രാണൻ നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. അതിനായി ആത്മാവിൻ്റെ രക്ഷ നേടിയവർ തന്നെത്താൻ സ്വയം ശോധന ചെയ്യണമെന്ന് ദൈവം നിർദ്ദേശിക്കുന്നു. സ്വയശോധന ചെയ്ത് താഴെ പറയും വിധം ശുദ്ധീകരണം പ്രാപിക്കേണ്ടത് പ്രാണന്റെ രക്ഷയ്ക്ക് ആവശ്യമായിരിക്കുന്നു. തന്നെത്താൻ ശോധന ചെയ്യുന്നവൻ ശരിയായ ശോധന കഴിച്ചാൽ വിധിക്കപ്പെടുകയില്ല. ആത്മാവിൻ്റെ രക്ഷ പ്രാപിച്ചവർ വർത്തമാനകാല പാപത്തിൽ വീണാൽ അവർ വീണ്ടും യേശുക്രിസ്തുവിൻ്റെ രക്തത്താലും ദൈവവചനത്താലും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും പ്രാർത്ഥനയാലും ശുദ്ധീകരിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. അല്ലായെങ്കിൽ അവൻ്റെ ദേഹിക്ക് ക്ഷയം സംഭവിക്കാനിടയുണ്ട്. തന്നെ തന്നെ ശോധന ചെയ്യാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്ന് ദൈവവചനം പറയുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളും ആകുന്നു. അനേകരും കാലത്തിനു മുമ്പ് നിദ്ര കൊള്ളുന്നു. നാം സ്വയം വിധിച്ചില്ല എങ്കിൽ ദൈവം നമ്മെ വിധിക്കുകയും ബാലശിക്ഷ നൽകുകയും ചെയ്യും. 1 കൊരിന്ത്യർ 11 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ബാലശിക്ഷ കൊണ്ട് പഠിക്കാത്തവനെ ദൂഷണം പറയാതിരിക്കാൻ പഠിപ്പിക്കേണ്ടതിന് സാത്താനെ ഏൽപ്പിക്കുന്നു. 1 തീമോഥെയോസ് 1 20 വാക്യം. സാത്താനെ ഏൽപ്പിച്ചിട്ടും മര്യാദ പഠിക്കുന്നില്ല എങ്കിൽ അവനെ ആത്മാവ് കർത്താവായ യേശുവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കുന്നു എന്ന് തിരുവചനത്തിൽ 1 കൊരിന്ത്യർ 5 വാക്യത്തിൽ കാണുന്നു. നീതീകരണവും ശുദ്ധീകരണവും പ്രാപിച്ചവർ ശരീരത്തിൻ്റെ രക്ഷ പ്രാപിക്കുന്നിടം വരെ ശരീരം വിട്ടുപിരിഞ്ഞ് ആത്മാക്കളുടെ പറുദീസയിൽ വസിക്കണം. അതേക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞാൻ ശരീരം വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുവാൻ കാംക്ഷിക്കുന്നു, അത് അത്യുത്തമമല്ലോ. ഫിലിപ്പി ലേഖനം 1 23 വാക്യം. പൗലോസ് അത് പറയുവാനുള്ള കാരണം ശരീരത്തിൻ്റെ രക്ഷ ഇതുവരെയും ആർക്കും നടന്നിട്ടില്ല എന്നുള്ളതാണ്. ശരീരത്തിൻ്റെ രക്ഷ കർത്താവിൻ്റെ രഹസ്യ പ്രത്യക്ഷതയിൽ മാത്രമേ നടക്കുകയുള്ളൂ. ഇതിനെ തേജസ്കരണം അഥവാ ഗ്ലോറിഫിക്കേഷൻ എന്ന് പറയുന്നു. ഇത് ഭാവികാല രക്ഷയാണ്. ഭാവികാല രക്ഷ അഥവാ തേജസ്കരണം സംഭവിക്കുമ്പോഴാണ് രക്ഷ പൂർത്തീകരിക്കപ്പെടുന്നത്.
അതുകൊണ്ട് മരിച്ചുപോയ വിശുദ്ധന്മാരും ജീവനോടിരിക്കുന്ന നാമും കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും. 1 തെസ്സലോനിക്യ ലേഖനം 4-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ഇന്ന് ലോകമാസകലമുള്ള ദൈവജനങ്ങൾ കർത്താവിൻ്റെ മധ്യാകാശ വരവിനെ നോക്കി പാർക്കുന്നു. ശാസ്ത്രവും കൂടുതലായി ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്നത് മധ്യാകാശത്തിലാണ്. ദൈവജനം കർത്താവിനോടൊപ്പം എടുക്കപ്പെടുവാനും ലോകജനത ചൊവ്വയിലേക്ക് പോകുവാനും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യൻ കഴുകനെപ്പോലെ ഉയർന്നാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവച്ചാലും അവിടെ നിന്ന് താഴേക്കിറക്കുമെന്ന് ദൈവവചനം പറയുന്നു. ഓബദ്യാവിൻ്റെ പ്രവചനം 4-ാം അധ്യായം, ആമോസിൻ്റെ പ്രവചനം 9-ാം അധ്യായം 2-ാം വാക്യം, ഇരമ്യാവിൻ്റെ പ്രവചനം 49-ാം അധ്യായം 16-ാം വാക്യം. എന്നാൽ പാപത്തിൽ നിന്ന് മോചനം ലഭിച്ച വിശുദ്ധന്മാർ കർത്താവിനോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. ലോകം 3 ദിശകളിലാണ് ഇന്ന് അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. 1 ഗതാഗതം അഥവാ ട്രാൻസ്പോർട്ടേഷൻ, 2 വാർത്താവിനിമയം അഥവാ കമ്മ്യൂണിക്കേഷൻ, 3 രൂപാന്തരീകരണം അഥവാ ട്രാൻസ്ഫോർമേഷൻ. ശാസ്ത്രം വാർത്താവിനിമയത്തിൽ വളരെയധികം പുരോഗതി കൈവരിച്ചിരിക്കുന്നു. ഗതാഗതം അതിവേഗത്തിലാക്കുവാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ അസംസ്കൃത വസ്തുക്കളെ രൂപാന്തരപ്പെടുത്തുവാനും വേഗത കൂടിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് കർത്താവിൻ്റെ ആസന്നമായ മധ്യാകാശ വരവിനെയാണെന്ന് നാം ഗ്രഹിക്കേണ്ടതാകുന്നു. മേൽപ്പറഞ്ഞ 3 കാര്യങ്ങളും കണ്ണിമയ്ക്കുന്നതിനിടയിൽ ഒരുമിച്ച് ചേരുമ്പോഴാണ് കർത്താവിൻ്റെ വരവ് സംഭവിക്കുന്നത്. 3 ശബ്ദങ്ങളാണ് കർത്താവിൻ്റെ വരവിൽ നാം കേൾക്കുവാൻ പോകുന്നത്. ഇവിടേക്ക് കയറി വരുവിൻ എന്ന വിളിക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നു. രൂപാന്തരത്തിൻ്റെ സമയത്ത് ശരീരത്തിൻ്റെ തേജസ്കരണത്തിനായി ദൈവം ഉപയോഗിക്കുന്നത് കർത്താവിൻ്റെ ഗംഭീരനാദമാണ്. പ്രധാന ദൂതൻ്റെ ശബ്ദമുണ്ടായിരിക്കും. സ്വർഗത്തിലേക്ക് കയറിപ്പോകുവാൻ ട്രാൻസ്പോർട്ടേഷന് ദൈവത്തിൻ്റെ കാഹളധ്വനിയുണ്ടായിരിക്കും. ഇത് 3 ഒരുമിച്ച് ചേരുമ്പോൾ കണ്ണിമയ്ക്കുന്നതിനിടയിൽ കർത്താവിൻ്റെ വരവ് ഉണ്ടാകുമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. അതിലേക്ക് ഇന്നത്തെ ശാസ്ത്ര പുരോഗതിയും വിരൽ ചൂണ്ടുന്നു. മേൽപ്പറഞ്ഞ കാര്യങ്ങൾ പ്രസ്താവിച്ചതിന് കാരണം കർത്താവിൻ്റെ ശരീരമാകുന്ന സഭ പാപത്തോട് പോരാടി വിജയിക്കുമ്പോൾ കറ, ചുളുക്കം, വാട്ടം, മാലിന്യം എന്നിവയില്ലാത്ത മണവാട്ടിയായി തീരുക എന്നതിനു വേണ്ടിയാണ്. പോരാട്ടത്തിൽ പരാജയപ്പെടുമ്പോൾ ഛേദം സംഭവിക്കാമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ആത്മാവിൻ്റെ രക്ഷ നേടിയ വിശുദ്ധന്മാർ വർത്തമാനകാലത്ത് ശുദ്ധീകരണം പ്രാപിക്കേണ്ടതിന് പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കണമെന്ന് അപ്പോസ്തലനായ പൗലോസ് ഉദ്ബോധിപ്പിക്കുന്നു. പാപത്തോട് പോരാടുന്നതിൽ പരാജയപ്പെട്ടാൽ പാപം നമ്മെ കണ്ടെത്തും. അതിന് 2 വശങ്ങളുണ്ട്. 1 പാപക്ഷമയെന്നുള്ളതും 2ാമത്തേത് പാപത്തിൻ്റെ വിത്ത് വിതച്ചാൽ അത് കൊയ്യേണ്ടി വരുമെന്നുള്ള വ്യവസ്ഥയുമാണ്. ഇഹലോകത്തിൽ നാം വർത്തമാനകാലത്ത് പാപക്ഷമ പ്രാപിച്ചാലും ശരീരത്തിൽ അഥവാ ജഡത്തിൽ വിതച്ചത് മനുഷ്യൻ കൊയ്തേ തീരൂ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതച്ചവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ആകയാൽ നടുങ്ങുവിൻ, പാപം ചെയ്യാതിരിപ്പിൻ. നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിപ്പിൻ. 4-ാം സങ്കീർത്തനം 4-ാം വാക്യം. ഇന്നത്തെ ഓഡിയോ ബുക്ക് ICPF ആന്തത്തോടുകൂടി അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ.